ഗാസയിൽ ഇസ്രായേൽ സൈന്യം ആക്രമണം തുടങ്ങിയതിന് ശേഷം ഹമാസിന്റെ പ്രധാനപ്പെട്ട നേതാക്കളെയൊക്കെ തന്നെ അവർ ഇതിനോടകം വധിച്ചു കഴിഞ്ഞു. ഇസ്മായിൽ ഹനിയെ ഇറാനിൽ വെച്ചും യാഹ്യ സിൻവറിനെയും അയാളുടെ സഹോദരൻ മുഹമ്മദ് സിൻവറിനെയും ഒക്കെ ഗാസയിലും ഇതിനോടകം തന്നെ ഇസ്രായേൽ വധിച്ചു കഴിഞ്ഞു എന്ന് മാത്രമല്ല മുഹമ്മദ് ദെയ്ഫ് ഉൾപ്പെടെയുള്ള അവരുടെ പ്രധാനപ്പെട്ട എല്ലാ നേതാക്കളും കൊല്ലപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ഗാസയിൽ ഇനി ഹമാസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരൊറ്റ നേതാവ് മാത്രമാണ് അവശേഷിക്കുന്നത്. അയാളെ ജീവനോടെയോ അല്ലാതെയോ പിടികൂടാനുള്ള ശ്രമത്തിലാണ് ഇസ്രായേൽ സൈന്യം. ഹമാസിന്റെ ഗാസ സിറ്റി ബ്രിഗേഡ് തലവനായ ഇസദ്ദീൻ ഹദാദാണ് ഇനി അവശേഷിക്കുന്ന ഏക വ്യക്തി. ഇയാളെ പിടികൂടാനുള്ള എല്ലാ ശ്രമങ്ങളും ഇപ്പോഴും ഇസ്രായേൽ സൈന്യം തുടരുകയാണ്. അതിനിടയിലാണ് അവിടുത്തെ തന്നെ യൂറോപ്യൻ ആശുപത്രിയിൽ ഈയിടെ ഇസ്രായേൽ സൈന്യം നടത്തിയ പരിശോധനകൾക്ക് പ്രധാനപ്പെട്ട തെളിവ് കിട്ടിയത്. ഇയാൾ ഇപ്പോൾ വേഷം മാറി നടക്കുകയാണ്. ഹദാദ് നേരത്തെ ഹസൻ നസ്രുള്ളയും അല്ലെങ്കിൽ യാഹ്യ സിൻവറിനെയൊക്കെ പോലെ നീണ്ട താടിയും വലിയ കോട്ടുമൊക്കെ ധരിച്ച് ശരിക്കും ഒരു മുസ്ലിം മത പണ്ഡിതന്റെ വേഷത്തിലാണ് നേരത്തെ അയാൾ എല്ലായിടത്തും പ്രത്യക്ഷപ്പെട്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ ഇയാൾ രൂപം മാറ്റിയിരിക്കുന്നു എന്നുള്ളതാണ് ഇസ്രായേൽ സൈന്യത്തിന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. പഴയ താടിയെല്ലാം മാറ്റി ഇപ്പോൾ ഫ്രഞ്ച് താടി വെച്ചു. നേരത്തെ വെള്ളത്താടിയായിരുന്നു, അതിനെ കറുപ്പിച്ച് ഡൈ ചെയ്ത് കറുപ്പിച്ച് ഇപ്പോൾ കറുത്ത താടിയാക്കി, ഹെയർ സ്റ്റൈൽ മാറ്റി, വേഷം മാറ്റി. അങ്ങനെ തന്നെ ഇനി കുറേ കാലത്തേക്ക് ഒരിക്കലും ഇസ്രായേൽ പിടിക്കാൻ പോകുന്നില്ല എന്ന ഉറച്ച ആത്മവിശ്വാസത്തിലാണ് ഇയാൾ കഴിഞ്ഞിരുന്നത്. ഇയാൾ ഇപ്പോഴും ഗാസയിലുള്ള ഏതോ ഭൂഗർഭ അറയിൽ ഒളിച്ചിരിപ്പുണ്ട് എന്നവർക്ക് നന്നായിട്ട് അറിയാം. ഇയാൾ കുറച്ചുനാൾ മുമ്പ് ഗാസയിലെ തന്നെ യൂറോപ്യൻ ഹോസ്പിറ്റലിലെ നിലവറയ്ക്കുള്ളിൽ ഉണ്ടായിരുന്നു എന്നാണ് ഇസ്രായേലിന് വിവരം ലഭിച്ചിട്ടുള്ളത്. ഏതായാലും ഈ ചിത്രം ഇപ്പോൾ ഇസ്രായേൽ സൈന്യത്തിന്റെ വക്താവ് തന്നെ പുറത്തുവിട്ടിരിക്കുകയാണ്. ഇയാളുടെ 2 ചിത്രങ്ങളും ഒരുമിച്ചാണ് പുറത്തുവിട്ടിരിക്കുന്നത്, പഴയ രൂപവും പുതിയ രൂപവും. എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, ഇയാളെയാണ് ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ഹമാസിന്റെ ഏറ്റവും ധീരനായ പോരാളി എന്ന് ഹമാസ് വാഴ്ത്തുന്നത്. കാരണം മറ്റുള്ളവരെല്ലാം തന്നെ കൊല്ലപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ ഇയാൾ എന്തൊരു പേടിത്തൊണ്ടനാണെന്ന് നിങ്ങൾ നോക്കൂ. കാരണം സ്വന്തം രൂപം പോലും മാറ്റി വേറൊരു രൂപത്തിലായി ഇസ്രായേൽ സൈന്യത്തെ പേടിച്ച് നടക്കുന്ന ഒരു ഭീരുവാണ് ഇയാൾ എന്ന് തന്നെയാണ് ഇസ്രായേൽ സൈനിക വക്താവ് വിശേഷിപ്പിക്കുന്നത്. സ്വന്തം പ്രസ്ഥാനത്തിൽപ്പെട്ട ആളുകളെല്ലാം കൊലയ്ക്ക് കൊടുത്തിട്ട് ഇയാൾ ഏതോ ഭൂഗർഭ അറയ്ക്കുള്ളിൽ വേഷവും രൂപവും എല്ലാം മാറി ഒളിച്ചിരിക്കുകയാണ് എന്നും ഇയാൾ എവിടെ പോയി ഒളിച്ചാലും ഇയാളുടെ വിശദാംശങ്ങളെല്ലാം തന്നെ തങ്ങൾക്ക് കിട്ടുമെന്ന് തെളിയിക്കുന്നതിന് വേണ്ടിയാണ് ഈ ചിത്രങ്ങൾ ഇപ്പോൾ പുറത്തുവിടുന്നത് എന്നുമാണ് ഇസ്രായേൽ പറയുന്നത്. അതിൻ്റെ അർത്ഥം ഇയാൾ ഏതാണ്ട് ഇപ്പോൾ ഇസ്രായേലിൻ്റെ ആ റഡാറിൽ വന്നു കഴിഞ്ഞു എന്നുള്ളതാണ്. അടുത്ത അവരുടെ ലക്ഷ്യം ഒരുപക്ഷെ ഇയാൾ തന്നെ ആയിരിക്കാനാണ് സാധ്യത.